ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാലാമത്തെ ദിവസമായിട്ടോ നനച്ചുള്ളി തുടങ്ങിയിട്ട്. അപ്പം ഇന്ന് ഡൈനിങ് ഹാളിൽ നിന്നാണ് കേട്ടോ. ഡൈനിങ് ഹാളിലെ മാറാലൊക്കെ തട്ടിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും മാറാലകളൊക്കെ തട്ടി അവിടെ നിന്നാട്ടോ ഇന്നത്തെ തുടക്കം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് നനച്ചുള്ളിയുടെ കലാശക്കൊട്ടാണ് കേട്ടോ. ഇന്ന് എവിടെ ഇനി നനച്ചുള്ളി പണി എടുക്കാനും ഒരു ബാക്കിയില്ല കേട്ടോ. അപ്പം മാറാല തട്ടലൊക്കെ കഴിഞ്ഞത് ഞാൻ ഷോക്കേസ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷോക്കേസിലെ പാത്രങ്ങളൊക്കെ ഞാനിതാ പുറത്തേക്ക് എടുക്കുകയാണ്. അതൊക്കെ പൊട്ടുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഇത് നമ്മളങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ. അതൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എടുക്കല്. അപ്പൊ ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് നല്ല വൃത്തിയാക്കി തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഷോക്കേസിൻ്റെ ഉള്ളിൽ കൂറകളും പല്ലികളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇതൊക്കെ ഇട്ടുണ്ടാവുക, അല്ലാതെ ഒന്നും ഷോക്കേസിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം മോൾട്ടി ഉണ്ട് കേട്ടോ. മോൾട്ടിക്ക് പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് പാത്രങ്ങളൊക്കെ ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് വെള്ളം കൊണ്ട് ഈ ഗ്ലാസ്സൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. നല്ല ഫിനിഷാവും കേട്ടോ. നമ്മൾ സാധാ വെള്ളം തന്നെ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഗ്ലാസ്. അപ്പം ഇതാ മോട്ടി ഇവിടെ സൈക്കിളൊക്കെ നന്നായിട്ട് നനച്ചുള്ളിപ്പണി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ ഈ പാത്രങ്ങളൊക്കെ ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ചെയ്യണേ. ഇത് കഴുകി എടുക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അത് എടുക്കുമ്പോൾ മാത്രം കേട്ടോ കഴുകുക. അപ്പം എല്ലാ പാത്രങ്ങളും ഞാൻ നന്നായിട്ട് തുടച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് പുറത്തിട്ട് കഴുകണില്ല കേട്ടോ. അപ്പൊ നമ്മളിത് ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ഷോക്കേസിൽ വെക്കണതാണ് കേട്ടോ. അതൊന്നും നമുക്ക് ഞാൻ എടുക്കാറേ ഇല്ല കേട്ടോ. അപ്പൊ അതൊക്കെ കഴുകി നന്നായി തുടച്ച് നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് പിന്നെ വീണ്ടും ഇതാ ഷോക്കേസിൽ തന്നെ വെക്കാം കേട്ടോ ചെയ്യണത്. അപ്പൊ നമ്മുടെ ഷോക്കേസിന്റെ പണികൾ ഇതാ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടോ. നമ്മൾ നനച്ചുള്ളി പണി എടുക്കുമ്പോഴട്ടോ നമുക്ക് കൂടുതൽ പണി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ കസാലയൊക്കെ ഇതാ ഇത് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ചെയ്യണത്. ഡൈനിങ് ടേബിളിന്റെ കസാലകളാണ് കേട്ടോ. ഇതിൽ കുറേ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. ഡൈനിങ് ടേബിളിന്റെ തുടക്കണതും ഡൈനിങ് ടേബിളിന്റെ അടി തുടക്കണതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇത് കസാരകളൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ചെയ്യണേ. അപ്പം മോൾട്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന്. അങ്ങനെ കസാരയുടെ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. കസാലയൊക്കെ നന്നായിട്ട് ആദ്യം സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകി പിന്നെ നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ നനച്ചുള്ളിപ്പണി എടുക്കുമ്പോഴട്ടോ അറിയാം നമുക്ക് ഒരുപാട് പണികളുണ്ടാവും കേട്ടോ. അടുത്ത് ഞാനിത് ഇത് ഡൈനിങ് ടേബിളാണ് കേട്ടോ കഴുകണേ. ഇത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ തന്നെ ഇട്ടോ ചെയ്യണത്. നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നനച്ച് കഴുകിയതിന് ശേഷം നല്ല പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. നല്ല ഫിനിഷ് ആവട്ടോ ഇത്. അപ്പൊ മോൾട്ടിനോട് ഓരോന്ന് സംസാരിച്ചിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഡൈനിങ് ടേബിൾ ഇതിന്റെ അടി കഴുകണതൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് മിസ്സായതാണ് കേട്ടോ അത്. അപ്പൊ ഡൈനിങ് ടേബിളിന്റെ കഴുകലൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ ജനലുമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത പണി ഇതാ ജനല് കഴുകി കഴിഞ്ഞാൽ വേറുള്ള പണികൾക്കാട്ടോ നമ്മൾ പോവുക. അങ്ങനെ നോമ്പൊരിക്കലൊക്കെ ഇതാ ഏകദേശം ആയി തുടങ്ങിട്ടോ, കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഷോക്കേസിന്റെ ഗ്ലാസ് ആണ് കേട്ടോ ഇത്. ഞാനിതവിടെ ചായയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചോറ് മോൾട്ടിക്ക് ദോശ വേണമെന്നാട്ടി ഉണ്ടാക്കാം കേട്ടോ. ചോറിൻ്റെ ഉണ്ടാക്കുന്ന തിരക്കിൽ കൂടിയാണ് കേട്ടോ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നനച്ചുള്ളിപ്പണ്ടിൻ്റെ ഇടയിൽ കൂടി ഞാനിതാ ഉച്ചക്കൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോൾട്ടിക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ ഞാൻ. അങ്ങനത്തെ ചോറും മത്തി പൊരിച്ചതും പരിപ്പ് കറി കേബേജ് ഉപ്പേരിയൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ നനച്ചുള്ളിപ്പണ്ടിൻ്റെ ഇടയിലൂടെയാണ് കേട്ടോ. മോൾട്ടിൻ്റെ അതുകൊണ്ടാട്ടോ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാനതൊന്നും ഉണ്ടാക്കൂല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേഗം പണിയെടുക്കാൻ നീക്കൂട്ടോ. ഓള് കഴിക്കൊന്നുമില്ല, എന്നാലും ഓള് സ്കൂളിലാതെ ഇരിക്കല്ലേ, ഇവിടെ വീട്ടിലിരിക്കല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ചോറ് റെഡിയായി. ഇത് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസുമ്മൽ മീൻ പൊരിച്ചു, പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് താളിച്ചതാണ് കേട്ടോ അത്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ലഞ്ച്.
അങ്ങനെ ഇതാ ഞാൻ പിന്നെ വീണ്ടും ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടി വി ആണ് കേട്ടോ. നമ്മൾ ടി വി കേബിൾ കംപ്ലൈൻറ്റ് ചെയ്ത് അപ്പോൾ ടി വി ഉപയോഗിക്കല്ലോ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അവിടേക്ക് നന്നായിട്ട് പൊടികളുണ്ട്. നമ്മൾ ഇങ്ങനെ റോഡും മുറ്റം ഇതൊക്കെ ആയതുകൊണ്ട് നല്ല പൊടികളാണ് കേട്ടോ നമ്മളെ വീട്ടിൽ. എനിക്ക് പിന്നെ ലാസ്റ്റിലാണ് കേട്ടോ നനച്ചുള്ളിപ്പണി എടുക്കാൻ ഇഷ്ടം. നോമ്പ് ആകുമ്പോഴാണ് എനിക്ക് നനച്ചുള്ളിപ്പണി എടുക്കാൻ ഇഷ്ടം. അപ്പം നമ്മൾക്ക് പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ആ നോമ്പിൻ്റെ ആ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ കുറേ മുന്നേ ആയിട്ട് എടുക്കാനൊന്നും ഇഷ്ടമല്ല നനച്ചുള്ളി. അപ്പം ഞാൻ അധികം ഇവിടെ വീട്ടിൽ പൊടി ഉണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ ഈ നോമ്പ് തൊട്ടിട്ടാട്ടോ നനച്ചുള്ളിപ്പണി എടുക്കുക എന്നും അതെ. അപ്പോൾ യൂട്യൂബ് ഇപ്പോഴാണ് ഉണ്ടായത്, അതിൻ്റെ മുന്നേക്കെ അങ്ങനെ തന്നെ കേട്ടോ. നോമ്പ് തൊട്ടാണ് ഞാൻ പിന്നെ നനച്ചുള്ളിപ്പണി എടുക്കല്. എനിക്കത് നല്ല ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അത് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് നോമ്പെടുക്കാനുള്ള ഒരു ഉഷാറ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിനി ഇതാ കോണീൻ്റെ കൈ ഇതാ നമ്മള് സ്റ്റീലിന്റെ കമ്പി ആട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. സ്റ്റീൽ കമ്പി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തുടക്കാൻ കഴിയും കേട്ടോ. അപ്പൊ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാനിവിടെ അടിച്ചു വാരി തുടക്കാൻ പോവാണ്. അപ്പൊ എനിക്കിങ്ങനെ കുട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടല്ലേ. പിന്നെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ഒന്നും സംസാരിക്കാനും ആരും ഇല്ലാതെ ഇങ്ങനെയാണ് കേട്ടോ പണിയെടുക്കുക. ഓളെ കണ്ണിലെന്തോ പിന്നെ തടഞ്ഞ് ഒരു ചൊറിച്ചിലൊക്കെ വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി തുള്ളി മരുന്ന് കുറ്റിച്ചു. പിന്നെ അതുപോലെ തന്നെ പനി വന്നു. അപ്പൊ പിന്നെ 2 ദിവസം സ്കൂളിൽ പറഞ്ഞയച്ചില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഡൈനിങ് ഹാളിൽ എല്ലാ പണികളും കഴിഞ്ഞ് തുടക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാന് തുടച്ചോടെ തന്നെ തുടക്കണം കേട്ടോ, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ നനച്ചുള്ളി വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കാനും എല്ലാവരും ഞാൻ കേട്ടോ. ഓൾ കുറെ പോയി കിടക്കും, പിന്നെ കുറച്ചു നേരം എൻ്റെ കൂടെ വരും, അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഡൈനിങ് ഹാളൊക്കെ ഇതാ തുടച്ചു കഴിഞ്ഞ് നമ്മുടെ ചെയറുകളൊക്കെ ഇതാ അതേ സ്ഥലത്ത് തന്നെ വെക്കുക കേട്ടോ. അപ്പൊ അതിന്റെ പണികളും കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി നമ്മള് കോണി സ്റ്റെപ്പ് തുടക്കാം കേട്ടോ. മോൾട്ടി ഒന്ന് അങ്ങോട്ട് ഓടി വരും, ഒന്നിങ്ങോട്ട് ഓടി വരും കേട്ടോ. അതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബോറിംഗ് ആട്ടോ സ്കൂളില്ലെങ്കിൽ. ഭയങ്കര ബോറടിയാണ് സ്കൂളില്ലെങ്കിൽ. അപ്പൊ കോണി സ്റ്റെപ്പിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളെ ഡൈനിങ് ഹാളിന്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ വർക്ക് ഏരിയക്ക് വരുന്നത്. ഇനി അടുത്ത പണി വർക്ക് ഏരിയ നാട്ടോ തുടങ്ങണത്. അതിലിടക്ക് ഇതാ ഞങ്ങള് കുറച്ച് ചായ ഒക്കെ ഉണ്ടായി കുടിക്കാനുള്ള പണിയിലാണ് കേട്ടോ. മോൾട്ടി ഞങ്ങൾക്കൊരു എനർജി കിട്ടാൻ വേണ്ടി ചായ ഉണ്ടാക്കാം കേട്ടോ. നല്ല പാൽപ്പൊടിയൊക്കെ ഇട്ട് ചായ വേണമെന്നുണ്ട്. ആ ചായ വെക്കണേ. ഇടയ്ക്ക് എന്നോട് ഓരോ വികൃതി ഒക്കെ പ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മോൾട്ടി. ഇനി നമ്മൾ ഇവിടുത്തെ ഭക്ഷണമൊക്കെ മാറ്റാണ്ടോ, നമ്മളെ മറ്റേ അടുക്കളയിലേക്ക് മാറ്റാണ്ടോ വർക്കേരിന്ന്. വർക്കേരിയിൽ നനച്ചുള്ളി എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ചായക്ക് റെഡി ആയി, ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മോൾട്ടി ഞാനും ചായ കുടിക്കണേ. ചായ ബിസ്ക്കറ്റ് ദോശ ഉണ്ടാക്കിയപ്പോൾക്ക് ദോശ വേണ്ട, അങ്ങനെ ചായ കൂടി കഴിഞ്ഞു. ഞാൻ വീണ്ടും ഡൈനിങ് ഹാൾക്ക് വന്നു. ഡൈനിങ് ഹാളിൻ്റെ ഈ വാതിൽ ഡോറ് ഞാൻ തുടക്കാൻ മറന്നു പോയിട്ടോ. അപ്പം ഞാൻ വീണ്ടും അത് ഓർമ്മ വന്നപ്പോൾ പിന്നെ ഞാൻ തുടക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ സിറ്റ് ഔട്ട് തുടക്കാന്നാട്ടോ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ അവിടെ നല്ല വെയിലാവും, കൂടുതൽ പണിയാവും എന്ന് എഴുതിയിട്ട് വീണ്ടും അത് തുടക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ടുണ്ടാവും അല്ലേ. അങ്ങനത്തെ സിറ്റ് ഔട്ടിൻ്റെ ജനൽ തുടക്കണം. സിറ്റ് ഔട്ടിൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും. അപ്പം പെട്ടെന്ന് തുടച്ചെടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടുത്തെ പണികളൊക്കെ ഇട്ട് ജനലുമ്പൊക്കെ തന്നെ വന്നതാണ് കേട്ടോ.
സിറ്റ് ഔട്ടിൽ കസേരയൊക്കെ സിറ്റ് ഔട്ടിലെ കസേരകളൊക്കെ കേടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ മഴ വെള്ളമൊക്കെ വന്നിട്ട്. ഞാൻ വർക്ക് ഏരിയക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിലെ മാറാലുകളൊക്കെ തട്ടാണ്. ഒരു പണി എടുക്കുമ്പോഴാട്ടോ നമുക്കൊരു പണി ഓർമ്മ വരിക. ഇനി നമ്മൾ ഷോക്കേസ് സാധനങ്ങളൊക്കെ ഇതാ ഒഴിച്ച് കഴുകാനുള്ളതാണ് കേട്ടോ. ഇനി ബോട്ടിലുകളൊക്കെ ഇതെന്താന്നൊക്കെയാണ് കേട്ടോ ചോദിക്കണത്. കെച്ചപ്പ് എടുത്തിട്ടാണ് എന്താണ് ചോദിക്കണത്. അപ്പൊ ഞാൻ ഇത് എടുത്തു വെക്കാന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ് കേട്ടോ. ഞാനൊന്ന് ഇത് എടുത്ത് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഹസ്ബൻഡ് വരുന്നുണ്ടോ വത്തക്കയും കൊണ്ടൊക്കെ ഉണ്ടോ വരുന്നത്. അപ്പൊ ഞങ്ങൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വത്തക്ക കഴിക്കുക നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ബോട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒരു പേപ്പറിലൊക്കെ കൊട്ടി വെച്ചിട്ട് ഈ ബോട്ടിലൊക്കെ ഇനി കഴുകി എടുക്കാൻ കേട്ടോ ചെയ്യണേ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വെയിലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. വീണ്ടും ഇതാ വെയിലത്ത് കൊണ്ടുപോയിടാൻ കേട്ടോ. നല്ല വെയിലാണല്ലോ. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും വേറുള്ള പരിപാടിക്ക് വരാം കേട്ടോ. ഇനി നമ്മളെ ഡൈനിങ് വർക്ക് ഏരിയയിലെ ഷോക്കേസുകളൊക്കെ അതാ നന്നായിട്ട് കഴുകുക കേട്ടോ ചെയ്യണേ. കഴുകി തുടക്കുക. അപ്പം അങ്ങനെ ഷോക്കേസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇതാ നമ്മുടെ ഈ അടുക്കള ഭാഗത്തുള്ള ഗ്രിൽസാണ് കേട്ടോ ഇത്. അപ്പം ആ ഗ്രിൽസൊക്കെ തുടക്കൽ കഴിഞ്ഞു. അടുപ്പുമ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്ന് ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം തുടക്കണം കേട്ടോ. എന്നാലും നമ്മളെല്ലാവരും പിന്നെ ഇതൊക്കെ ഇന്ന് ചെയ്ത് നോക്കൂട്ടോ. അടുപ്പിൻ്റെ മുകളിൽ ഗ്രിൽസാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ തന്നെ അതും കൂടി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അടുപ്പിൻ്റെ നനച്ചുള്ളി കഴിഞ്ഞിട്ടോ. ഇത് നമ്മളെ ഡോറിൻ്റെ ഗ്രിൽസാണ്. അപ്പോൾ ഡോറിൻ്റെ ഗ്രിൽസും എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ എവിടെ എത്താതെ എടുക്കേണ്ടി വരും. അതാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ദിവസമായിട്ടോ ഈ നനച്ചുള്ളി തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ അരി വെക്കുന്നത് സ്ഥലമാണ് കേട്ടോ അത്. ഗ്യാസിൻ്റെ താഴെയാണ് കേട്ടോ അരി വെക്കണ പാത്രം, അരി വെക്കണതൊക്കെ. പിന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളും പ്ലേറ്റുകളും ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പൊ അടുക്കളന്റെ വർക്കേരിയന്റെ പണികളും കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ നന്നായിട്ട് അടിച്ചു വാരി തുടക്കാം കേട്ടോ ചെയ്യണേ. അപ്പൊ ഏകദേശമൊക്കെ നനച്ചുള്ളിയൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പൊ അടുക്കള വർക്കേരി ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. വർക്കേരിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, വലിയ ഉള്ളി, ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നല്ല വെയിലുള്ള സ്ഥലത്താണ്. നമ്മളെ മുറ്റത്ത് മരങ്ങളൊക്കെ മുറിച്ചതുകൊണ്ട് നന്നായിട്ട് വെയിലടിക്കും കേട്ടോ. ഇത് അടുക്കള ബാക്ക് ഭാഗമാണ് കേട്ടോ. അവിടെ ഞാൻ മാറാല്, നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. മാറാല് തട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. ഇവിടെ കല്ലൊക്കെ അടുക്കി വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടാട്ടോ. അപ്പൊ അതിന്റെ ഇടയിലൂടെ നമ്മളെ വീട്ടിൽ കാക്ക തേങ്ങ ഇടാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാക്കത ഈ തെങ്ങുമ്പോ കയറുന്നതാണ് കേട്ടോ ഇത്. നമ്മളെ വീടിന്റെ അടുത്തുള്ള കാക്ക തന്നെയാണ് കേട്ടോ. അപ്പൊ നനച്ചുള്ളി പണിയിലൂടെ ഇടയിൽ തേങ്ങ പെറുക്കി കൂട്ടാനൊരു പണിയാണ് കേട്ടോ അത്. അപ്പൊ വീടിന്റെ ചുറ്റുഭാഗവും കഴിഞ്ഞിട്ടോ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നതാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ മാറാല് തട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തട്ടിയിരുന്നു, ഞാൻ ഇപ്പൊ പ്രാവശ്യം ഈ തട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ നനച്ചുള്ളി പണിയില്. അപ്പൊ അതും കൂടി ഒന്ന് തട്ടാൻ വിചാരിച്ചിട്ടോ. ഈ വള്ളിയൊക്കെ നമ്മുടെ വീട്ടിലെ ഫ്രേഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പൊ നല്ല ഫ്രേഷൻ ഫ്രൂട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ മോള് ഇളനീ വേണമെന്നാണ്ട് കാക്കട്ട് തന്നതാണ് കേട്ടോ. അപ്പൊ ഓൾക്ക് തന്നെ അത് ഞാൻ വെട്ടി കൊടുക്കാട്ടോ ചെയ്യണത്.
പിറ്റേത് ജനലാണ് കേട്ടോ. നമ്മൾ വീടിന്റെ പുറത്ത് ഭാഗത്തുള്ള ജനലിന്റെ ഗ്ലാസ്സുകളാണ് കേട്ടോ കഴുകണേ. നന്നായി വെള്ളം കൂട്ടി തുടച്ച് പിന്നെ നന്നായിട്ട് ഒന്ന് തുടച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ ചെയ്യണത്. അതൊക്കെ കേട്ടോ ഇപ്രാവശ്യത്തെ നനച്ചുള്ളി. എല്ലാ വർഷവും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാ, ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാ നനച്ചുള്ളിപ്പണിയില്. മോൾട്ടി ഓടി വന്നിട്ടോ ഞാൻ തുടക്കണടുത്ത്. ഓള് ഗ്ലാസ് ഡോർ തുറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ മാറാല തട്ടലും ഗ്ലാസ് കയ്യിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ഞാൻ അതാ ബാത്റൂം കഴുകാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡൈനിങ് ഹാളിലെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിന്റെ ബാത്റൂം എത്തിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ഹാളിന്റെ ബാത്റൂം ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മള് ബെഡ്റൂമിലെ ബാത്റൂമൊക്കെ കേട്ടോ വരുന്നത്. എന്താ മോൾട്ടിയൊക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ടോ. അങ്ങനെ നമ്മള് ബാത്റൂമിന്റെ നനച്ചുള്ളി കേട്ടോ ഇനി. അപ്പൊ ഇതൊക്കെ ഉണ്ടോ നമ്മളുടെ നനച്ചുള്ളി, മോൾട്ടിയുടെ നനച്ചുള്ളി, ഞങ്ങളുടെ നനച്ചുള്ളി, വീടിന്റെ ആഘോഷ സന്തോഷങ്ങളൊക്കെ. നമ്മളെ നോമ്പിനെ വരവേൽക്ക് തന്നെ നമുക്ക് ഇതാണ് കേട്ടോ. അപ്പൊ ഇതാ ഈ പണികളൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ഇതാ നമുക്ക് തിരുമ്പാനുണ്ട് കേട്ടോ, ഡ്രസ്സ് കഴുകാനുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കല്ലും അടിച്ച് കഴുകേണ്ട ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് നന്നായിട്ട് കല്ലും അടിച്ച് കഴുകാലേ ഉള്ളൂ, നല്ല ചളിയൊക്കെ പോവുള്ളൂ, നല്ല തൃപ്തി ആവുള്ളൂ. അപ്പൊ പെട്ടെന്ന് സർഫിലൊക്കെ ഇട്ടിട്ട് വേഗം 4 കല്ലും അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. നനച്ചുള്ളിപ്പണി കൊണ്ട് എനിക്ക് നനച്ചുള്ളിപ്പണി കഴിഞ്ഞപ്പോഴേക്കും കയ്യവേദനയും ബാക്ക് പെയിനും ഒക്കെ വന്നിട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ സ്കാൻ ചെയ്തു ഒക്കെ ചെയ്തിട്ടോ. നനച്ചുള്ളിപ്പണി കൊണ്ട് എനിക്ക് നല്ല കോള് കിട്ടിട്ടോ, കുറെ പൈസ ഒക്കെ ചെലവാക്കിട്ടോ. അതിന്റെ നനച്ചുള്ളിപ്പണി എടുത്തിട്ട് പിന്നെ കൈവേദന വന്നിട്ടോ, എനിക്ക് ബാക്ക് പെയിനും വന്നു. അപ്പോൾ നനച്ചുള്ളിപ്പണിയുടെ ഉഷാർക്ക് കുറെ കുറഞ്ഞിട്ടുണ്ടോ എനിക്ക്. ഇങ്ങനെ കൂടുതൽ കൈ ഇങ്ങനെ പൊന്തിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പൊ നമ്മളെ ഡ്രസ്സ് അലക്കലൊക്കെ ഇതാ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനൊന്നും കഴിയില്ല, അത്ര വേദനയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മളെ ഫ്രിഡ്ജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജാണ് കേട്ടോ ലാസ്റ്റത്തെ പരിപാടി. അപ്പൊ കലാശക്കൊട്ടിൽ എല്ലാം പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. നിങ്ങള് ഇത് നമ്മള് ഫ്രൂട്ട്സ് ഇടുന്നതാണ് കേട്ടോ. ആ ലാസ്റ്റ് തട്ടിൽ ഒരു തട്ടാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഫ്രിഡ്ജ്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞു വീട് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിന്റെ വിശേഷങ്ങൾ. ഇനി നമ്മളെ വീടിന്റെ മുകളിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ എന്തായാലും ഇടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.